ആ പൈസ പിന്നെ തന്നാ മതിയാ. വഴിയൂടെ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. 2 പയ്യന്മാർ കച്ചവടം നടത്തുന്നത് വളരെ മനോഹരമായ. പേരെന്താ? കച്ചവടം എന്നാ തുടങ്ങിയ? ഞാൻ തുടങ്ങിയതാ. സ്കൂൾ വർക്കറിയില്ലപ്പ എന്താണ് ശനി ഞായർ നടത്തോ? കുട്ടമശ്ശേരി മൊത്തം എത്രയാണ് പഠിക്കണേ? 6 രണ്ടുപേരും 6ലേക്കാ ജയിച്ചാ? വെള്ളം എന്തെങ്കിലും ഉണ്ടാ? വെള്ളം തൊട്ടാ? റിസൾട്ട് വന്നു, 6ാം ക്ലാസ്സിലേക്കായി. ഇനി എങ്ങനെയാ കച്ചവടം? ശനിയും ഞായറും വെള്ളം വിൽക്കണം, ശനിയും ഞായറും കട ഓപ്പൺ ആക്കും. എന്താ ഒരു ബിസിനസ് മൈൻഡ്. ഇതാണ് അവരുടെ ഷോപ്പ്. കുറച്ച് മിഠായും കുറച്ച് ലേസും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് ഗൂഗിൾ പേ. ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ. ആരത്? ശനി ഞായർ വന്ന ജ്യൂസ് തരുമോ? ഉറപ്പാണോ? 2 പേര് കൂടെയാണ് ഞാൻ വരും. ശനിയാഴ്ച വന്നാൽ കിട്ടിയില്ല. ശനിയാഴ്ച വന്നിട്ട് തന്നില്ല. നീ പറ്റിക്കോ? സ്ഥലം ഒട്ടടിക്കോ? എന്താ പേരെന്തിട്ടാന്ന് പറഞ്ഞ? ജമീല. ജസീല്. 10 മുട്ട എടുത്തോ. കാശ് പിന്നെ തന്നാ മതിയാ? കാശ് പിന്നെ തന്നാ മതിയാ? കാശ് പിന്നെ തന്നാ മതിയാ? കാശ് പിന്നെ തരടാ. നിങ്ങൾ എന്ത് കച്ചവടക്കാരാ? കടം പറയാൻ പാടില്ലേ? ആരെങ്കിലൊക്കെ ആലോക്ക് പോകുന്നുണ്ടെങ്കിൽ കുട്ടമശ്ശേരിൽ ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും. ജസ്റ്റ് കയറിയിട്ട് 1 രൂപയുടെ മിഠായി മേടിച്ചാൽ മതി. വളരെ സന്തോഷമായിരിക്കും. പൈസ പിന്നെ തന്നാ മതിയാ? ഡിസ്കൗണ്ട് ഉണ്ടോ? 10 രൂപ 10 രൂപ ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് ഇല്ലേ? 2 രൂപ ഡിസ്കൗണ്ടാ? ഈ മിഠായിക്ക് എത്ര വെച്ചാ? 10 മിഠായിക്ക് എത്ര വെച്ചാ? 10 മിഠായിക്ക് 10 രൂപ. 2 രൂപ ഡിസ്കൗണ്ട്. 2 രൂപ ഡിസ്കൗണ്ട് തരാ. നീ പൊട്ടിച്ചോ? പൊട്ടിക്ക നീ. അത് 2 നീ എടുക്ക്. കഴിക്ക്. ഇപ്പൊ ആർക്കാ നഷ്ടം? എനിക്കല്ല ഇഷ്ടം. നിങ്ങള് ടയർച്ച് 2 നിങ്ങള് ഇതില്ലേ? നിങ്ങൾ ടയർ ചെടി നിങ്ങൾ നിന്നാ എന്നാ എനിക്ക് 2 തന്നാ മതി. 2 ഇട്ടാ മതി. പോട്ടെ. പോട്ടെ. കച്ചവടം ഉഷാറാക്കണം കേട്ടോ. ശനിയാഴ്ച ഞാൻ വരും. ശനിയാഴ്ച വരുമ്പോ ജ്യൂസ് തന്നെ. പിന്നെ വാ ഇവനെന്തേ പോട്ടെ എന്നാ ഉഷാറാക്കണം കേട്ടോ. അവരുടെ പ്രതീക്ഷയുണ്ടോ ശരിക്കും പറഞ്ഞ് ഞാൻ കണ്ടത്. ഒരു 1 രൂപയുടെയോ 10 രൂപയുടെയോ മിഠായി മേടിച്ചാൽ അവർക്ക് മുന്നോട്ട് വീണ്ടും കച്ചവടം ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് ഞാൻ അവരുടെ മുന്നിൽ കണ്ടത്. അല്ലെങ്കിൽ ഈ വെയിലത്ത് പൊരുവെയിലത്ത് ഒരു തട്ടുമിട്ട് അതുപോലെ തന്നെ എവിടെ നിന്നോ കിട്ടിയ ഒരു വണ്ടിയുടെ ടോപ്പും എടുത്ത് വെച്ചിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആളുകൾ ഈ റൂട്ട് പോകുന്നതാണ്. നമ്മുടെ ആലുവ മൂന്നാർ റൂട്ടാണ്. പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കടയിൽ കയറി കണ്ടോ. ഒരു കൊച്ചു കടയാണ്ടോ, കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, നമുക്ക് അത്രയും നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഫീൽ ചെയ്യാൻ പറ്റും ശരിക്കും.